ആ പോണതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിപ്പം നേരത്തെ വീഡിയോ എടുത്തിട്ട് പോണ പോക്കാണേ. നമ്മുടെ ബിഗ് ബോസ് മല്ലു ടോക്സിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പുതിയ പ്രൊമോ വന്നിട്ടുണ്ടെന്നേ. ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല. അതായത് കോമണേഴ്സിന് ഇനി അവസാനിക്കാതെ അപേക്ഷിക്കാന്ന് വെച്ച പ്രൊമോ ഇല്ലേ, അതിൻ്റെ അപ്ലോഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ എണീക്കായിരുന്നു. അപ്പോഴാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ആലോചിച്ചത്, നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ വർത്താനം പറയണമെന്ന്. എങ്ങനെ നമുക്ക് ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യാം, എല്ലാവരും കാണുകയല്ലേ അപ്ലോഡ് ചെയ്യണം, അത് എങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മുടെ ബിഗ് ബോസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതെന്തുപാടെ, ഇത് അമഞ്ഞിരിക്കണം, ശോകമൂകം ആയെക്കൂടെ ഒന്നുമില്ലാത്തൊരവസ്ഥ അല്ലേ. എല്ലാവർക്കും സ്വാഗതം രേവതി 2.0 ഓക്കെ. അപ്പം ഞാനിന്ന് ആ കാര്യം പറയാൻ വന്നത്. സാധാരണ ബിഗ് ബോസിൻ്റെ പ്രൊമോകളൊക്കെ വന്നു കഴിഞ്ഞുണ്ടല്ലോ, ഇതെൻ്റെ ബിഗ് ബോസ് ഫോണാണേ. ബിഗ് ബോസിൻ്റെ കോളുകൾ, അതായത് ബിഗ് ബോസിനെ ചൊല്ലിയിട്ടുള്ള ആൾക്കാർ വരുന്ന ഫോണാണിത്. ഗ്രൂപ്പുകളുണ്ട്, എൻ്റെ ഗ്രൂപ്പല്ല, കുറേ ഗ്രൂപ്പുകളിലേക്ക് എന്നെ പിടിച്ചിടും. അപ്പോൾ ഈ ഗ്രൂപ്പുകളുണ്ട്, കുറേ മെസ്സേജസ്, എല്ലാം ബിഗ് ബോസ് ആൾക്കാരാണ് അതിനകത്തുള്ളത്. ഇത് നമ്മുടെ ഓയിൽ ഫോണാണേ. അപ്പോൾ ഇതിനകത്ത് ഈ ബിഗ് ബോസിൽ എൻ്റെ പ്രേക്ഷകർ സബ്സ്ക്രൈബേഴ്സൊക്കെ വരും, എന്നോട് സംസാരിക്കും. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രൊമോ വന്നാൽ തന്നെ എത്ര പേരാ മെസ്സേജ് ചെയ്യാന്നറിയാം. ചേച്ചി ഈ പ്രൊമോ വന്നു, ചേച്ചി അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനെയാണോ ഇങ്ങനെയാണോ, ഡൗട്ടുകളും പ്രശ്നങ്ങളും. ഭയങ്കര സംഭവമായിരിക്കും ഈ ഫോണ്. പക്ഷേ അതേ ഒരനക്കവും ഇല്ല, ഒന്നുമില്ല, അവിടെ കിടക്കുന്നുണ്ട്. ഒന്നുമില്ല. ആകെ കൂടെ 1-2 പേര് മെസ്സേജ് ചെയ്യും. കുറച്ച് പേര് മെസ്സേജൊക്കെ ചെയ്തിട്ടുണ്ട്. 1-2 പേര് ചേച്ചി ഞാൻ അപ്ലൈ ചെയ്തു, ചേച്ചി എങ്ങനെയുണ്ട്, ഇതാ പ്രൊമോ വന്നു, ചേച്ചി എന്തുണ്ട് വിശേഷം, ഒന്നും കാണുന്നില്ലല്ലോ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞ് 1-2 ഒക്കെ ഉള്ളൂ. അത്ര കഴിഞ്ഞ്. ഗ്രൂപ്പൊക്കെ എവിടെയാണോ എന്തോ, എവിടെ പോയോ എന്തോ, പാവം ഗ്രൂപ്പ് ഇല്ലെന്ന് തോന്നുന്നു. എന്തായിരുന്നാലും ആ ഒരവസ്ഥയിലാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. എങ്ങനെ പോവാതിരിക്കും? കഴിഞ്ഞ സീസൺ അങ്ങനെ ആയിരുന്നല്ലോ. എങ്ങനെയെങ്കിലും അവസാനിച്ച് കിട്ടിയാൽ മതി എന്നുള്ളൊരു സീസണായിരുന്നു കഴിഞ്ഞത് അല്ലേ. സത്യമായിട്ട് ഒരു കണ്ടന്റ് ഇല്ല, ഓർത്തിരിക്കാനുള്ള ഒരു നിമിഷമില്ല, ഒന്നുമില്ലാത്ത പോലെ എന്തൊക്കെയോ. പിന്നെ ഫാൻസുകാർക്ക് ഉണ്ടാവുമായിരിക്കും, അല്ലാതെ സാധാരണ ഓഡിയൻസ് ഞാൻ ചോദിച്ചു നോക്കിയപ്പോഴും അവർ പറയണത് എന്തെന്നാണ്, ഒരു ഓണം ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഉണ്ടായിരുന്നു, എന്തെങ്കിലും നല്ലത്. വിഷു ഇല്ലല്ലോ പറഞ്ഞല്ലോ, ഓണം ഉണ്ടായിരുന്നു, ഒന്നുമില്ല. എന്തായിരുന്നാലും അതിൻ്റെയൊക്കെ ഉള്ള ഒരു ഡിപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. സാധാരണ നല്ല രീതിയിൽ ഇപ്പോൾ ഒരു കഴിഞ്ഞ സീസൺ ഭയങ്കര നല്ല സീസൺ ആണെങ്കിൽ, അല്ലെങ്കിൽ നല്ല എൻ്റർടൈൻമെൻ്റ് ഉള്ള സീസണാണ്, അല്ലെങ്കിൽ വേണ്ട കോൺട്രോവേഴ്സീസ് ഉണ്ടായിരുന്നാലും മതി. കഴിഞ്ഞ സീസണിലെ കണ്ടസ്റ്റൻസിനെ വെച്ചിട്ടുള്ള കോൺട്രോവേഴ്സീസ് അവർ തിളങ്ങി നിൽക്കുകയാണ്. വിന്നർ ആണെങ്കിലും ടോപ്പ് 5 ആരെങ്കിലും ആണെങ്കിലും അവരിപ്പോഴും സോഷ്യൽ മീഡിയയിൽ നല്ല തിളങ്ങി നിൽക്കുന്നവരാണെങ്കിൽ കൂടി ആൾക്കാർ ഈ സീസണിനോട് സംസാരിക്കാനും ഈ ബിഗ് ബോസിനകത്തൊരു ഒഴുക്കുണ്ടാവും. ഇപ്പം എവിടെ ഒഴുക്ക്, എന്തൊഴുക്ക്. ഇനി ആ കൂടെ ലക്ഷ്യമുള്ളത് ഇനി ഇതിങ്ങനെ തന്നെ പോവും. ലാലേട്ടൻ്റെ പ്രൊമോസ് വരും, ഇനി അഗ്നിപരീക്ഷയുടെ പ്രൊമോ വരും. അതായത് അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ പ്രൊമോയൊക്കെ വരുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. കുറച്ചും കൂടെ ഒന്ന് കയറും. പിന്നെ അതാണ് ഞാൻ പ്രഡിക്ഷൻ ലിസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് പിടിക്കുന്നത്. കാര്യം ഇപ്പോൾ നോർമലി പ്രഡിക്ഷൻ ലിസ്റ്റൊക്കെ ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ അതും ഒരു എന്നുള്ള രീതിയിൽ. എന്തായിരുന്നാലും കുറേ പേര് അപ്ലൈ ഒക്കെ ചെയ്തിട്ടുണ്ട്. കുറേ പേർക്ക് ഓഡിഷൻ വന്നു, കോള് വന്നു, പിന്നെ കുറേ പേര് മെയിൽ വന്നു, സെക്കൻഡ് മെയിൽ വന്നു കുറച്ച് പേർക്ക്. അതായത് ഡയറക്റ്റ് ഓഡീഷന് വേണ്ടിയിട്ടുള്ള കോമണേഴ്സിൻ്റെ കാര്യം ഞാൻ ഈ പറഞ്ഞത്. ഇപ്രാവശ്യം ഈ വൈറ്റ് ഗോൾഡിൻ്റെ അത് നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ ഡയറക്റ്റ് വീഡിയോ ഇടാം. നിങ്ങളുടെ വീഡിയോ എല്ലാവരും കാണും. ഇതിനകത്തുള്ള ഒരു പ്രത്യേകത, നിങ്ങൾക്ക് ബാക്കിയുള്ളവരുടെ വീഡിയോ ഒന്ന് അനലൈസ് ചെയ്യാം. അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇടാം. അതിനകത്തുനിന്ന് നിങ്ങൾ ഈച്ചക്കോപ്പി അടിക്കാനല്ല പറഞ്ഞു കേട്ടോ, അതേപോലെ നിങ്ങൾ ഈച്ചക്കോപ്പിയൊന്നും അടിച്ച് വെക്കാം. നിങ്ങൾക്ക് അതിനകത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാമല്ലേ, അപ്പം നിങ്ങളുടെ ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം. ഇത് ഈ വൈറ്റ് ഗോൾഡിൻ്റെ ഒരു ഇതിനകത്തുണ്ട് ആ ഒരു അവസരം. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക പെട്ടെന്ന്. ഇന്നത്തെ അവസാന ഡേറ്റ് ഒന്നുമില്ല, നിങ്ങൾ പെട്ടെന്ന് തന്നെ ആ വീഡിയോസൊക്കെ പോയി കാണുക. കുറേ പേര് ചെയ്ത ഇൻസ്റ്റാ വീഡിയോസ് കിടപ്പുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പോയി ചെന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് അതൊന്ന് ഇൻസ്പിറേഷൻ കൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്തിടാം. പിന്നെ ഇതിനകത്ത് കുറേ പേര് ചോദിക്കുന്ന ഡൗട്ട്, ചേച്ചി ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തു, ഇനി അപ്ലൈ ചെയ്യണോ? ഇനി അപ്ലൈ ചെയ്യേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഓൾറെഡി അവർക്ക് അറിയാം, നിങ്ങളെ കണ്ടിട്ടുണ്ട് അവർ. പിന്നെയും എനിക്കിനി അറിയില്ല. പക്ഷേ ഓൾറെഡി അപ്ലൈ ചെയ്യാത്തവർക്കാണ് ഈ ഒരു അവസരം. പിന്നെ ഇത് തെലുങ്കിലൊക്കെ ഉണ്ട് കേട്ടോ. തെലുങ്ക് ബിഗ് ബോസിലൊക്കെ ഇപ്പോൾ അഗ്നിപരീക്ഷയുടെ പ്രൊമോ സെയിം വൈറ്റ് ഗോൾഡിൻ്റെ വന്നിട്ടുണ്ട്. കോമണേഴ്സ് എൻട്രി, ഫാസ്റ്റ് ട്രാക്ക് എൻട്രി. അതിനൊക്കെ ലൈക്ക് നിങ്ങൾ കാണണം, സഹിക്കൂല. ഇത് 35,000 ലൈക്ക് ഉണ്ടെന്ന് തോന്നുന്നതിന്, നമുക്ക് 1000. എന്തൊരു വ്യത്യാസം, എന്തൊരു കണ്ടിട്ട് നിങ്ങൾ. അതാണ് 35,000 ആണെന്ന് തോന്നുന്നു കേട്ടോ അവരുടേത്. എനിക്ക് തോന്നുന്നു അവരുടേത് അത്രയും ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയില്ല, 35,000 ലൈക്ക് അവർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് ആ വ്യത്യാസം. അല്ലെങ്കിൽ നമുക്കിങ്ങനെ തന്നെയാണ് എപ്പോഴും. തമിഴ് ഓഡിയൻസ്, തെലുങ്ക് ഓഡിയൻസ് ഒക്കെ ഭയങ്കര റീച്ചാണ് ബിഗ് ബോസ്. കാര്യം അവിടെ എപ്പോഴും ഇതിനെ ഭയങ്കര ഇതാണ്. നമ്മുടെ ഇവിടെയാണ് അങ്ങ് താഴ്ന്നു പോകുന്നത്. കാര്യം എന്ത് കാരണം കൊണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു റിയാലിറ്റി വേറെ ഷോസും ഇല്ല, ഒന്നുമില്ല. ഹിന്ദിയൊക്കെ പോയി നോക്കി ചെന്ന് കാണും. നെറ്റ്ഫ്ലിക്സിൽ, ആമസോണിൽ, ഇനി മറ്റേ ഹോട്ട്സ്റ്റാറിൽ എത്ര റിയാലിറ്റി ഷോസാണ്. ബിഗ് ബോസ് കഴിഞ്ഞാൽ 50 കഴിഞ്ഞാൽ അലയൻസ്, 50 കഴിഞ്ഞാൽ ട്രൈറ്റർ കഴിഞ്ഞ് സ്പ്ലിറ്റ്സ്വില്ല കഴിഞ്ഞ് റോഡീസ്.
റോഡീസ് കഴിഞ്ഞ് സ്പ്ലിറ്റ്സ് വില്ല കഴിഞ്ഞ് പിന്നെയും ദേ കിടക്കണു. ഇപ്പോൾ ദേ വന്നേക്കണു ലോക്കപ്പിൻ്റെ ഇടയിൽ കൂടെ അലയൻസ്, എന്തൊക്കെയാണ്. അത് കഴിഞ്ഞ് ഖത്രോക്കി കിലാടി, അത് കഴിഞ്ഞ് പിന്നെയും ബിഗ് ബോസ്. ഹോ അപ്പോൾ അത് കാരണം ഓൾറെഡി നമ്മുടെ ഇതിനകത്തുള്ള ആൾക്കാർ, സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ, ഇൻഫ്ലുവൻസേഴ്സ്, സെലിബ്രിറ്റീസ്, ഈവൻ നമ്മൾ ഫിലിമിലൊക്കെ നിന്നിട്ട് ഇപ്പോൾ അധികം പ്രവർത്തിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർ പിന്നെ സ്റ്റാർസ്, വലിയ ലോക്കപ്പിലൊക്കെ രാം കപൂറൊക്കെയാണ് വന്നിരിക്കുന്നത്. എന്തുമാത്രം പുള്ളിക്കാരനൊക്കെ നല്ല ഡിമാൻഡ് ചെയ്തിട്ടുണ്ടാവും. നെറ്റ്ഫ്ലിക്സ് നല്ല രീതിയിലുള്ള ഒരു ഇത് പുള്ളിക്കാരന് കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ രാം കപൂറൊക്കെ വരുമോ? പറഞ്ഞില്ലേ, ഇപ്പം ബിഗ് ബോസ് തന്നെ പുള്ളിക്കാരൻ വന്നിട്ടില്ല, പക്ഷേ ലോക്കപ്പിൽ വന്നത് എനിക്ക് ഭയങ്കര അതിശയം. പിന്നെ യോഗേഷും ആകാംക്ഷയൊക്കെ വന്നിട്ടുണ്ട് പുതിയ കഥയൊക്കെ ആയിട്ട്. ഭാഗ്യത്തിന് ബാക്കിയുള്ളവരുണ്ട്, അവരെയും ശ്രദ്ധിക്കാമല്ലോ. എന്തായിരുന്നാലും ഏതാടെ പോട്ടെ. അപ്പം ഞാൻ നിങ്ങളുടെ കാര്യം ഇതൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള പ്രശ്നം. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നമ്മുടെ ബിഗ് ബോസ് സീസൺ 8 പൊക്കിയെടുക്കാനുള്ള ഒരേ ഒരു മന്ത്രം എന്ന് പറഞ്ഞാൽ കോമണേഴ്സാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് ഈ അഗ്നി പരീക്ഷ സമയത്ത് നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യും. നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ നിങ്ങളൊരു ഓളം ഉണ്ടാക്കിയെടുത്താൽ ജനങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റ് വരും. ആ സമയത്തായിരിക്കും കുറച്ച് ആൾക്കാർ ഇതിനകത്തോട്ട് കയറുന്നത്. തുടക്കമേ ഭയങ്കര ഇതൊന്നും ഉണ്ടാവില്ല, ആൾക്കാർ കടന്നു കയറ്റമൊന്നും ഉണ്ടാവില്ല. ഈ അഗ്നി പരീക്ഷ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ഇത് ലാലേട്ടൻ്റെ പ്രൊമോയൊക്കെ വരുമ്പോൾ വരുമായിരിക്കും കേട്ടോ. ആൾക്കാർ ഇൻട്രസ്റ്റഡ് ആവും, വന്നോളും, കയറിക്കോളും. നമ്മുടെ ബിഗ് ബോസ് അല്ലേ, കയറിക്കോളും. നിങ്ങൾ ഇതാവണ്ട. നിങ്ങൾ പിന്നെ ഈ കോമണേഴ്സിനും സെലിബ്രിറ്റീസിൻ്റെ ഓഡീഷനൊക്കെ ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേരൊക്കെ കൺഫേം ആയി. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് സെലിബ്രിറ്റീസിനാണെങ്കിലും കോമണേഴ്സിനാണെങ്കിലും ഗുണവും ദോഷവും ഉണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് കയറാൻ. അതായത് ഇതിന് ബിഗ് ബോസ് സീസൺ 8 നിങ്ങൾ സെലിബ്രിറ്റീസിൻ്റെ ഗുണം നിങ്ങൾ പറയും. സെലിബ്രിറ്റീസിൻ്റെ ഗുണം എന്നറിയാമോ? ഓൾറെഡി അവർ കോമണേഴ്സിനെ കണ്ടിട്ടായിരിക്കും വരുന്നത്. അതായത് കയറാൻ പോകണം, അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഒരു 6-7-10 കോമണേഴ്സിനെ അവരെ എങ്ങനെ നമുക്ക് വീഴ്ത്താം, എങ്ങനെ തളർത്താം, എങ്ങനെ നമുക്ക് അവരെ ദേഷ്യം പിടിപ്പിക്കാം, എങ്ങനെ നമുക്ക് അവരെ പ്രവോക്ക് ചെയ്യിക്കാം, എങ്ങനെ നമുക്ക് അവർക്കെതിരെ ഗെയിം കളിക്കാം എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഈ അഗ്നി പരീക്ഷയിലൂടെ ഏകദേശം ഈ കോമണേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡും ഗെയിമും ഒക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും ഈ സെലിബ്രിറ്റീസ് വരുന്നത്. അത് അവർക്ക് സെലിബ്രിറ്റീസ് നല്ലതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് അവർക്ക് നല്ലതാണ്. അവരുടെ ദോഷം എന്ന് പറയുന്നത്, ഓൾറെഡി നിങ്ങൾ കോമണേഴ്സിന് നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കണക്ഷൻ ഓഡിയൻസായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കുറച്ച് ഫാൻസ് ഉണ്ടാക്കിയെടുക്കുക. ഓൾറെഡി വോട്ടിങ്ങിലൂടെയൊക്കെ അല്ലേ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഫാൻസിനെ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് കുറച്ച് വോട്ട് ബാങ്ക് നിങ്ങൾക്ക് തുറക്കാം, അല്ലേ? നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർ, അതായത് നിങ്ങൾക്ക് ഓഡിയൻസിനെ കുറച്ച് നിങ്ങളുടെ കയ്യിലെടുക്കാം. വേണമെങ്കിൽ സാധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അത് അവർക്കൊരു നഷ്ടമാണ്. ആർക്ക്? സെലിബ്രിറ്റീസ്. ഇനി നിങ്ങളുടെ നഷ്ടം പറയാം. കോമണേഴ്സിൻ്റെ നഷ്ടം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സെലിബ്രിറ്റീസിനെ കുറിച്ച് ഒരു ബോധം ഉണ്ടാവില്ല, ഒന്നും അറിയത്തില്ല. അവരെങ്ങനെയായിരിക്കും ഗെയിം കളിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്കൊരു ഇതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, പിന്നെ അവർ സെലിബ്രിറ്റീസാണ്. എപ്പോഴും നമ്മൾ സെലിബ്രിറ്റീസിനെ ആണ് ജനങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ കണ്ടന്റ് കൊടുത്താൽ നിങ്ങളെ ശ്രദ്ധിക്കും കേട്ടോ, അങ്ങനെയൊന്നുമില്ല. കണ്ടന്റാണ് മുഖ്യം. ഇനി അടുത്ത് നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സംഭവം തന്നെയാണ്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു ജനങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് അകത്തോട്ട് കയറാം. നിങ്ങൾ അങ്ങനെ വെറുതെ ഫസ്റ്റ് കോമണേഴ്സ് ന്യൂ എന്ന് പറഞ്ഞ് അനീഷ് കയറിയ പോലെ ആയിരിക്കില്ല നിങ്ങൾ കയറുന്നത്. നിങ്ങൾ ഓൾറെഡി അഗ്നി പരീക്ഷയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഓൾറെഡി ജനങ്ങൾക്ക് സുപരിചിതരായ ആൾക്കാരായിട്ടായിരിക്കും നിങ്ങൾ അകത്തേക്ക് കയറുന്നത്. അത് നിങ്ങൾക്ക് കിട്ടുന്ന നല്ല ഒരു ഗുണമാണ്. ഈ 2 കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ എന്തായിരുന്നാലും ഇതൊക്കെയാണ് സംഭവം. അവസാന തീയതിയൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ? അപ്പോൾ മിക്കവാറും ഈ വീക്കായിരിക്കും അവസാനം. എന്തായിരുന്നാലും എല്ലാവരും എടുക്കണം. ഒരു ഓളം ഇല്ലാതെ അമഞ്ഞിരിക്കുന്നത്, അതൊക്കെ നമ്മൾ ഈ അഗ്നി പരീക്ഷ തുടങ്ങുമ്പം ഒരു പകുതി ആകുമ്പോൾ തൊട്ട് ആൾക്കാർ കയറി തുടങ്ങും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു ഞാൻ പറയാൻ വന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. ഈ വീഡിയോ അല്ല കേട്ടോ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചത്, ഞാൻ വേറൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ ഇന്ന് പല കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ആവശ്യമുള്ളവരെല്ലാവരും ഇൻസ്റ്റയിൽ പോയിട്ട് മറ്റുള്ളവർ ചെയ്ത വീഡിയോസൊക്കെ ഒന്ന് നോക്കുക. അതൊന്ന് ഇൻസ്പയറായി നിങ്ങൾക്ക് ബെസ്റ്റായിട്ടുള്ളത് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ കാണാം, കാത്തിരിക്കാം. ബൈ.